A very good afternoon to all of you. So today നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ദ സെക്കൻഡ് പാർട്ട്, അതായത് നമ്മൾ ഓൾറെഡി ആവറേജ് വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി വരെയുള്ള ടോപ്പിക് വരെയാണ് നമ്മൾ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആൻഡ് ഫ്രം ടുഡേ ഓൺവേർഡ്സ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദിസ് ചാപ്റ്റർ. ആൻഡ് the topics that we are going to discuss in this part are uniform motion, acceleration and position time graph. Okay, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോൺസെപ്റ്റുകളാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത്. ദാറ്റ് ഈസ് യൂണിഫോം മോഷൻ. എന്താണ് യൂണിഫോം മോഷന്? അതേപോലെ തന്നെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതേപോലെ തന്നെ പൊസിഷൻ ടൈം ഗ്രാഫ്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ചാപ്റ്റർ ഈസ് മോർ റിലേറ്റഡ് ടു ദി ഗ്രാഫ്സ്. ഈ ചാപ്റ്ററിൽ ഒരുപാട് ഗ്രാഫിനെ പറ്റിയും അതേപോലെ തന്നെ അങ്ങനെയുള്ള ടേംസിനെ പറ്റിയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാറുള്ളത്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അത്തരം ഗ്രാഫിലേക്കുള്ളൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ അതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട ചില ടേംസ് വിച്ച് ഈസ് യൂണിഫോം മോഷൻ ആൻഡ് ആക്സിലറേഷൻ. സോ യു ഹാവ് ടു we are going to cover that section also. Okay, so let's begin with the uniform motion. അപ്പോൾ നമുക്ക് യൂണിഫോം മോഷൻ എന്താണ് എന്നുള്ള കോൺസെപ്റ്റിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, നമ്മളിനി പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പോകുന്ന സമയത്ത് യു മേ സീ ദാറ്റ് വെൻ എ ബോഡി ഈസ് മൂവിങ് ഇൻ എ യൂണിഫോം മോഷൻ, അങ്ങനെ ഒരു വാക്ക് നിങ്ങൾ കാണും. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ക്വസ്റ്റ്യനിൽ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ടേം വാട്ട് ഈസ് മീൻ ബൈ ദിസ് യൂണിഫോം മോഷൻ. അല്ലേ, ഇന്നവരെ കേട്ടിട്ടില്ലാത്തൊരു വാക്കാണല്ലോ ഈ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. See, basically uniform motion എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ it is nothing but when an object covers equal distance in equal interval of time. അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ, ഇപ്പം നമുക്കൊരു 1 സെക്കൻഡ് ടൈം തന്നു കഴിഞ്ഞാൽ ഈ 1 സെക്കൻഡ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ഇങ്ങനെ ഒരു ബോഡി കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൈക്ക് യൂണിഫോം മോഷൻ. സപ്പോസ് നിങ്ങളൊരു സ്ട്രെയിറ്റ് ഹൈവേയിലൂടെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ഹൈവേയിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു 50 km/h വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇഫ് ദ സ്പീഡ് റിട്ടേൺ ഈസ് 50 km/h. What you understand from that term? ഈ 50 km/h എന്നുള്ള വാക്കിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ്? അതായത് ആ ബോഡിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ കാറിനെ സംബന്ധിച്ചിടത്തോളം ദ കാർ ഈസ് ഏബിൾ ടു കവർ എ 50 km in 1 hour. അല്ല, ഒരു ഹവറിൽ 50 km കവർ ചെയ്യാനുള്ള വേഗതയിലാണ് ആര് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? ദാറ്റ് കാർ ഈസ് ട്രാവലിംഗ്. സോ വെനെവർ ഹി ചേഞ്ചസ് ഹിറ്റ്സ് വെലോസിറ്റി, അവൻ്റെ വെലോസിറ്റി മാറിയാലാണ് അവിടെ എന്തുണ്ടാകുന്നത്? ദാറ്റ് ചേഞ്ചസ് ഫ്രം ദാറ്റ് യൂണിഫോം മോഷൻ. അപ്പോൾ ബേസിക്കലി യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓബ്ജക്റ്റ് ഇപ്പോൾ 50 km/h അതേ വേഗതയിൽ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ബോഡി ഈസ് മൂവിങ് ഇൻ എ യൂണിഫോം മോഷൻ. ആ ബോഡി യൂണിഫോം മോഷനിലാണ് മൂവ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. ബട്ട് ഇവഞ്ച്വലി ഇഫ് ഹി ചേഞ്ചസ് ഹിസ് വെലോസിറ്റി, കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഈ 50 km/h വേഗത മാറ്റിയിട്ടുണ്ടെങ്കിൽ യു കാൺട്ട് സേ ദാറ്റ് ദ ബോഡി ഈസ് ഫർദർ മൂവിങ് ഇൻ എ യൂണിഫോം മോഷൻ. അപ്പോൾ ബേസിക്കലി യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് എ ബോഡി ഈസ് ഏബിൾ ടു കവർ ഈക്വൽ ഡിസ്റ്റൻസ്, അല്ലേ, ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ദ ബോഡി ഈസ് അണ്ടർ എ യൂണിഫോം മോഷൻ. അപ്പോൾ അതിന് നമ്മളൊരു കേസ് ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇൻ ദിസ് കേസ് എ മാൻ വിച്ച് ഈസ് വാക്കിംഗ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, അല്ലേ, ഒരു സ്ട്രെയിറ്റ് പാത്തിലൂടെ ഒരു മനുഷ്യൻ നടന്നു പോകുന്നുണ്ട്. ഓക്കെ, ഇൻ 0 സെക്കൻഡ് ടൈമിൽ അദ്ദേഹം കവർ ചെയ്തുള്ള ഡിസ്റ്റൻസ് 0 ആണ്. ഓക്കെ, ആഫ്റ്റർ 1 സെക്കൻഡ്, ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എത്ര മീറ്റർ കവർ ചെയ്തു? 10 മീറ്റർ കവർ ചെയ്തു. അഗെയിൻ ഒരു സെക്കൻഡ് കൂടി കഴിഞ്ഞപ്പോൾ, അതായത് രണ്ടാമത്തെ സെക്കൻഡ് ആയപ്പോൾ അദ്ദേഹം എത്ര കവർ ചെയ്തു? 20 മീറ്റർ കവർ ചെയ്തു. അഗെയിൻ 3 സെക്കൻഡ് ആയപ്പോൾ അദ്ദേഹം എത്ര മീറ്റർ കവർ ചെയ്തു? 50 മീറ്റർ കവർ ചെയ്തു. നിങ്ങളിവിടുത്തെ സമയത്തിൻ്റെ ചേഞ്ച് നിങ്ങൾ മനസ്സിലാക്കുക. ദാറ്റ് ഈസ് 0 to 1 സെക്കൻഡ് എന്ന് പറയുമ്പോൾ അവിടെ എത്ര ടൈം എടുത്തിട്ടുണ്ട്? 1 സെക്കൻഡ് ടൈമാണ് എടുത്തിട്ടുള്ളത്. എത്ര മീറ്ററാണ് അവർ കവർ ചെയ്തിട്ടുള്ളത്? ഇറ്റ് കവേഴ്സ് 10 മീറ്റേഴ്സ്, അല്ലേ, 10 മീറ്ററാണ് കവർ ചെയ്തിരിക്കുന്നത്. അഗെയിൻ നിങ്ങൾ 1 സെക്കൻഡിൽ നിന്നും 2 സെക്കൻഡിലേക്കുള്ള ദൂരം എത്രയാണ്? 1 സെക്കൻഡ് തന്നെയാണ്, അല്ലേ. 1 സെക്കൻഡിൽ നിന്നും 2 സെക്കൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആക്ച്വലി എത്രയാണ് അവർ തമ്മിൽ ഡിഫറൻസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് 1 സെക്കൻഡ്, അല്ലേ. അപ്പോൾ ഈ 1 സെക്കൻഡ് ടൈമിൽ അഗെയിൻ 10 മീറ്ററിൽ നിന്നും 20 മീറ്ററായി. അപ്പോൾ 10 മീറ്ററിൽ നിന്ന് 20 മീറ്ററായി എന്ന് പറയുമ്പോൾ എത്ര മാത്രം നീങ്ങിയിട്ടുണ്ടായിരിക്കും? ദാറ്റ് ഈസ് 20 - 10 വിച്ച് ഈസ്
10 meter അല്ലേ. സോ ഹി കവേഴ്സ് അഗെയിൻ 10 meter. ഒരു സെക്കൻഡ് എടുത്ത് വീണ്ടും 10 മീറ്റർ കവർ ചെയ്തു. ഇനി രണ്ടാമത്തെ സെക്കൻഡിൽ നിന്ന് മൂന്നാമത്തെ സെക്കൻഡ് ആകുമ്പോൾ എത്ര ടൈം എടുത്തിട്ടുണ്ട്? അഗെയിൻ ഹി ടേക്ക് 1 second അല്ലേ. രണ്ടാമത്തെ സെക്കൻഡിൽ നിന്ന് മൂന്നാമത്തെ സെക്കൻഡ് ആകുമ്പോൾ അദ്ദേഹം എത്ര ടൈം എടുത്തിട്ടുണ്ട്? 1 second ആണ് എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ 1 second ടൈമിൽ വീണ്ടും 20 മീറ്ററിൽ നിന്നും എങ്ങോട്ട് ട്രാവൽ ചെയ്തു? സി ഹിയർ യു ക്യാൻ സി 20 മീറ്ററിൽ നിന്നും അഗെയിൻ 30 മീറ്ററിലേക്ക് സഞ്ചരിച്ചു. സോ 20 നിന്നും 30 മീറ്ററിലേക്ക് സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ ഡിഫറൻസ് എത്രയാണ്? അഗെയിൻ 10 മീറ്ററാണ് സഞ്ചരിച്ചിരിക്കുന്നത്. ഇവിടെയും 10 മീറ്ററാണ് സഞ്ചരിച്ചിരിക്കുന്നത്. ഇവിടെയും എത്രയാണ് സഞ്ചരിക്കുന്നത്? 10 meters ആണ്. സോ ഹി കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം അല്ല. ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്തിരിക്കുന്നത്. ടൈം എത്രയാണ് എടുത്തിരിക്കുന്നത്? ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് അവർ കവർ ചെയ്തിരിക്കുന്നത്. അത്തരം മോഷനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് യൂണിഫോം മോഷൻ. So here the explanation is given as a motion in which the body covers equal distance in equal interval of time. Okay, ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മോഷനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് യൂണിഫോം മോഷൻ. Now we are going to look another term called acceleration. Okay, ഇനി നമ്മൾ ആക്സിലറേഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സി അതിന് മുൻപായിട്ട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇൻ ദ പ്രീവിയസ് സെക്ഷൻ, സി is there any condition in which a body can move its uniform motion? ഒരു ബോഡി യൂണിഫോം മോഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ what about its average velocity and instantaneous velocity? ആ ഒബ്ജക്റ്റിൻ്റെ ആവറേജ് വെലോസിറ്റിക്കും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിക്കും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ? ഓക്കെ, if you can consider a body is moving in a uniform motion. See, നമ്മളൊരു കേസ് നമ്മൾ കൺസിഡർ ചെയ്യുക. If we consider a case here, okay, consider a case here. We have a car, okay, which is moving with a constant velocity or uniform velocity, that is 30 km per hour. What will be its average velocity and instantaneous velocity? ഈ ഒരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും എത്രയാണ്? It is very easy to say that in case of a uniform motion, ഒരു യൂണിഫോം മോഷൻ്റെ കേസിൽ ഒരു ബോഡി യൂണിഫോം മോഷനിലാണ് എന്നുണ്ടെങ്കിൽ we can easily say that its average velocity is equal to its instantaneous velocity. ആ ഒബ്ജക്റ്റിൻ്റെ ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും ഈക്വൽ ആയിരിക്കും. സി എന്താണ് ആവറേജ് വെലോസിറ്റി, എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്നുള്ളത് ദാറ്റ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ് അല്ലേ. നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ടോട്ടൽ ജേർണിയുടെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ആവറേജ് വെലോസിറ്റി കാണുകയും ഒരു പെർട്ടിക്കുലർ ടൈമിനെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയുമാണ് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ പറയാറുള്ളത്. പക്ഷേ ഇവിടുത്തെ കേസിൽ ഒരു ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിലാണ് എന്നുണ്ടെങ്കിൽ വി ക്യാൻ ഈസിലി സേ ദാറ്റ് ഇറ്റ്സ് ആവറേജ് വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു ഇറ്റ്സ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ആ ഒബ്ജക്റ്റിൻ്റെ ആവറേജ് വെലോസിറ്റി അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിനോട് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. നൗ വി ക്യാൻ മൂവ് ഇൻ ടു ദ നെക്സ്റ്റ് സെക്ഷൻ, ദാറ്റ് ഈസ് ആക്സിലറേഷൻ. ഓക്കെ, സി ആക്സിലറേഷൻ ഓഫ് എ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഒരു ബോഡി ആക്സിലറേറ്റ് ചെയ്യുക. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എ ബോഡി ഈസ് ആക്സിലറേറ്റിംഗ് ഓർ ദ വെഹിക്കിൾ ഈസ് ആക്സിലറേറ്റിംഗ്. ആ വാക്ക് കൊണ്ട് മീൻ ചെയ്യുന്നത് ഇറ്റ്സ് വെലോസിറ്റി ഈസ് ചേഞ്ചിങ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റത്തെ ടേമാണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓൺലി ആൻ ഓബ്ജക്റ്റ് ഹൂസ് വെലോസിറ്റി ഈസ് ചേഞ്ചിങ്. ഒരു ഓബ്ജക്റ്റിൻ്റെ വെലോസിറ്റി മാറുന്നുണ്ട് എങ്കിൽ അവിടെ വരുന്ന ടേമാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ, വെറാസ് ദ ആക്സിലറേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓഫ് എ ബോഡി. ഒരു ഓബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ബോഡിയുടെ വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, സമയത്തിനനുസരിച്ചിട്ട് വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ബോഡി ഈസ് ആക്സിലറേറ്റിംഗ്. ഇവിടെ ഒരു കേസ് തന്നിട്ടുണ്ട്. In this case, a car which is moving with a velocity 30 km per hour. Okay, after some time, okay, he moves with a velocity of 40 km per hour. Okay, again after some time he moves with a velocity of 50 km per hour.
Okay, so what we can understand from here, ഈ ഒരു കേസിൽ നിന്നും നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഓരോ തവണയും അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ്, വിച്ച് മീൻസ് ദാറ്റ് ദ ബോഡി ഈസ് ആക്സിലറേറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഓൺലി ദ ബോഡി ഹൂസ് വെലോസിറ്റി ഈസ് ചേഞ്ചിങ്, ഒരു ഓബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ബോഡിയുടെ അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ഒരു ടേമാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, so you can easily say that it is a rate of change in velocity. ഒരു ഓബ്ജക്റ്റിൻ്റെ വെലോസിറ്റിയിലുള്ള മാറ്റത്തിനെയാണ്, അതിൻ്റെ റേറ്റിനെയാണ്, മാറ്റത്തിൻ്റെ റേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ആക്സിലറേഷൻ എന്നുള്ളത് നമ്മൾ വിളിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഓക്കെ, അതായത് ആക്സിലറേഷൻ്റെ ഇക്വേഷനാണ് തന്നിരിക്കുന്നത്, വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽറ്റ വി വിച്ച് ഈസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഈസ് ദ ചേഞ്ച് ഇൻ ടൈം. ഫൈൻ. ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഗിവൺ ആസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആരുടെ യൂണിറ്റ് ആണ്, ആക്സിലറേഷൻ്റെ യൂണിറ്റ് ആണ് നമുക്ക് അവിടെ തന്നിരിക്കുന്നത്, വിച്ച് ഈസ് റിട്ടൺ ആസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പം നമുക്ക് ആക്സിലറേഷൻ എന്നുള്ള ടേമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അഗെയിൻ ഒന്നുകൂടെ പറയാം, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഓൺലി ഫോർ ദോസ് ബോഡീസ് ഹൂസ് വെലോസിറ്റി ഈസ് ചേഞ്ചിങ്. ഒരു ഓബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇനി ആക്സിലറേഷൻ തന്നെ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സി, ഇഫ് എ ബോഡി ഈസ് മൂവിങ്, ഒരു ട്രാഫിക് ബ്ലോക്ക് കഴിഞ്ഞാൽ ഒരു ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു കാറ് മൂവ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളൊരു ട്രാഫിക് ബ്ലോക്ക് കഴിഞ്ഞിട്ട് ആ കാറിൽ നിങ്ങൾ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും ദ കാർ ഈസ് മൂവിങ് വിത്ത് എ ഹയർ വെലോസിറ്റി അല്ലേ. ആ കാർ എന്ന് പറയുന്നത് ഓരോ പ്രാവശ്യം അതിൻ്റെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഹയർ വെലോസിറ്റിയിൽ ഇങ്ങനെ സഞ്ചരിക്കും. ലൈക്ക് 30, 40, 50 അങ്ങനെ അതിൻ്റെ വെലോസിറ്റി ഇങ്ങനെ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. Okay, but when we consider we are moving in a car and the driver is seeing a hump in front of him. അതായത് ഒരു കാറിൽ ഒരാൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഡ്രൈവർ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോട്ടിൽ ഒരു ഹമ്പ് കാണുന്നുണ്ട്. ഓക്കെ, നമ്മുടെ എല്ലാവരുടെയും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വിധം ആൾക്കാർക്ക് അറിയാം എന്താണ് ഹമ്പ് എന്നുള്ളത്, റോട്ടിൽ കാണുന്ന ഹമ്പ്. സി, ഈ ഹമ്പ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻ ടു ഡ്രൈവർ, ഹി വിൽ അപ്ലൈ ബ്രേക്സ് ഓൺ ദ കാർ അല്ലേ. അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് അയാളുടെ വെലോസിറ്റി എന്ന് പറയുന്നത്, കാറിൻ്റെ വേഗത എന്ന് പറയുന്നത് കുറഞ്ഞ് വന്ന് ഇറ്റ് വിൽ റീച്ച് അപ്രോക്സിമേറ്റ്ലി 0 അല്ലെ, 0നോട് ഈക്വലായി വളരെ പതുക്കെയാണ് എന്ത് ചെയ്യുന്നത്, ആ ഹമ്പ് കവർ ചെയ്ത് പോകുന്നത്. സി, അപ്പോൾ ഹമ്പിൻ്റെ കേസിൽ അവിടെ സംഭവിച്ചത് ആക്ച്വലി എന്താണ്? സി, ഒരു ഹമ്പ് കാണുന്ന സമയത്ത് വളരെ വേഗതയിൽ വന്നിരുന്ന ഒരു കാറ് അതിൻ്റെ വെലോസിറ്റി ഇൻസ്റ്റൻറ്റേനിയസ്ലി ടൈം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വെലോസിറ്റിക്ക് എന്താ സംഭവിക്കുന്നത്, വെലോസിറ്റി ഈസ് ഡിക്രീസിങ് അല്ലേ. ഓരോ ടൈമിലും സമയം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞ് വരികയാണ്. ആ മോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിറ്റാർഡേഷൻ. അല്ലെങ്കിൽ ആ കേസിലുള്ള ആക്സിലറേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. എപ്പോഴാണ് ആക്സിലറേഷൻ പോസിറ്റീവ് ആവുക, വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്, സമയത്തിനനുസരിച്ച് വെലോസിറ്റി കൂടുകയാണെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആവും. സമയത്തിനനുസരിച്ചിട്ട് വെലോസിറ്റി കുറയുകയാണ്, എപ്പോഴാണ് വെലോസിറ്റി കുറയുക, നമ്മളിപ്പോൾ ഈ പറഞ്ഞ കേസിൽ ഒരു ഹമ്പ് കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വെലോസിറ്റി കുറഞ്ഞു വരും. സോ അത്തരം കേസിലത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് നെഗറ്റീവ്. ഓക്കെ, അല്ലെങ്കിൽ ആ നെഗറ്റീവ് ആക്സിലറേഷന് പറയുന്ന മറ്റൊരു പേരാണ് റിറ്റാർഡേഷൻ. ഓക്കെ, റിറ്റാർഡേഷൻ. യു ക്യാൻ സീ എ കേസ് ഹിയർ അല്ലേ. നെഗറ്റീവ് ആക്സിലറേഷൻ കാണിക്കുന്നതിന് വേണ്ടി ഒരു കേസ് ഞാനിവിടെ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ ദിസ് കേസ് എ കാർ ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 50 km/h. ഓക്കെ, ഒരു കാറ് 50 km/h വേഗതയിൽ സഞ്ചരിച്ചിരുന്ന ഒരു കാറാണ്. ആഫ്റ്റർ സം ടൈംസ് ഇറ്റ് ട്രാവൽസ് വിത്ത് 40 ആൻഡ് ആഫ്റ്റർ സം ടൈം ഇറ്റ്സ് ബിക്കംസ് 30 ആൻഡ് ആഫ്റ്റർ സം ടൈം ഇറ്റ് ബിക്കംസ് 20. സോ ഓരോ പ്രാവശ്യവും അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞ് വന്ന് ഹമ്പിലേക്ക് അടുത്തെത്തും തോറും അതിൻ്റെ വെലോസിറ്റിയുടെ വാല്യൂ കുറഞ്ഞു വരികയാണ്. അത്തരം കേസിലുള്ള ആക്സിലറേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിറ്റാർഡേഷൻ, ഓർ യു ക്യാൻ ഈസിലി സേ ഡിസിലറേഷൻ. ഓക്കെ, റിറ്റാർഡേഷൻ എന്നോ അല്ലെങ്കിൽ ഡിസിലറേഷൻ എന്നോ നമുക്ക് ഈ ഒരു ആക്സിലറേഷനെ, നെഗറ്റീവ് ആക്സിലറേഷനെ നമുക്ക് വിളിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. സോ എവറി ടൈം യു തിങ്ക് ദാറ്റ് വെൻ യു ഹിയർ ദ ടേം acceleration is nothing but it is the rate of change of velocity. So if a body's velocity is changing, ഒരു ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ബോഡിയുടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ടേമാണ് ആക്സിലറേഷൻ. ആൻഡ് ദ ആക്സിലറേഷൻ ഇക്വേഷൻ ഫോർ ആക്സിലറേഷൻ ഈസ് ഗിവൺ ബൈ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. So now we moving to the next section, that is
ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതായത് ഇപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കേസ് എന്ന് പറയുന്നത് ഒരു കാറിൻ്റെ കേസായിരുന്നു അല്ലേ, ഒരു കാറിൻ്റെ കേസാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പക്ഷേ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇഫ് എൻ ഓബ്ജക്റ്റ് ഈസ് ഫോളിങ് ഫ്രീലി അണ്ടർ ഗ്രാവിറ്റി, അതായത് ഇപ്പോൾ ഒരു പെന്ന്, ഈ പെന്ന് എന്ത് ചെയ്യണം, വെറുതെ ഞാൻ ഇവിടുന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഫോൾ ഡൗൺവേർഡ് അല്ലേ, അത് താഴോട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. സി ഹൂ പുൾസ് ദാറ്റ് ഡൗൺവേർഡ്സ്, ആരാണ് ഇയാളെ അടിയിലേക്ക് കൊണ്ടുപോയത്? നത്തിങ് ബട്ട് ഗ്രാവിറ്റി അല്ലേ, ഗ്രാവിറ്റിയാണ് അടിയിലേക്ക് കൊണ്ടുപോയത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലത്തെ മാങ്ങ വീഴുന്നതും നിലത്തേക്ക് വീഴുന്നതും, അതേപോലെ തന്നെ ചക്ക നിലത്തേക്ക് വീഴുന്നതും തേങ്ങ നിലത്തേക്ക് വീഴുന്നതും. എവറി കേസ് ദാറ്റ് വി ആർ സീയിങ് അറൗണ്ട് അസ്, നമ്മുടെ ചുറ്റുപാടെ നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും എന്ത് തന്നെയാണ്, ഇത്തരത്തിൽ എർത്ത് അതിൻ്റെ സെൻറ്ററിലേക്ക് ഈ ഓബ്ജക്റ്റിനെ പുൾ ചെയ്യുന്നതാണ്. So basically when an object is falling freely under gravity, ഒരു ഓബ്ജക്റ്റ് ഗ്രാവിറ്റിയിൽ മാത്രം അടിയിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ you can see that every time its velocity is increasing അല്ലേ, അതായത് ഇവിടുന്ന് വീഴുന്ന ആ മൊമെൻ്റ് തൊട്ട് അടിയിലേക്ക് എത്തും തോറും അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുകയാണ് അല്ലേ, വെലോസിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുകയാണ്. അതിൻ്റെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഉയരം കുറഞ്ഞ അല്ലെങ്കിൽ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ രണ്ടാമത്തെ മുകളിൽ നിന്ന് താഴത്തോട്ട് ചാടുന്നതാണോ 10ാമത്തെ നിലയിൽ നിന്നും താഴത്തോട്ട് ചാടുന്നതാണോ കൂടുതൽ എഫക്റ്റ് ഉണ്ടാക്കുക? യു ക്യാൻ സേ ദാറ്റ് രണ്ടാമത്തേന്ന് ചാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്യും കാലം ഒടിഞ്ഞേക്കാം. അതേ സമയത്ത് 10ാമത്തെ നിലയിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഡെഫിനറ്റ്ലി വി വിൽ ഡെഡ് അല്ലേ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉയരം എന്ന് പറയുന്നത് കൂടുന്തോറും, അതായത് എത്ര ഹൈറ്റാണോ ഈ ബോഡി സഞ്ചരിക്കുന്നത് അതിനനുസരിച്ച് അടിയിലേക്ക് എത്തും തോറും ഈ ഓബ്ജക്റ്റിൻ്റെ വെലോസിറ്റിക്ക് വർധനവ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വെലോസിറ്റി എന്ന് പറയുന്നത് കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പം നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, വെലോസിറ്റി അവിടെ മാറുന്നത് കൊണ്ട് തന്നെ യു ക്യാൻ ഈസിലി സേ ദാറ്റ് അവിടെ ഒരു ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു ടേം വരുന്നുണ്ട് അല്ലേ, അവിടെ ഒരു ആക്സിലറേഷൻ എന്ന് പറയുന്ന ഒരു ടേം വരുന്നുണ്ട്. ആൻഡ് ദാറ്റ് ആക്സിലറേഷൻ ഈസ് കോൾഡ് ആസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആ ആക്സിലറേഷനെയാണ് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്നുണ്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. വിച്ച് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി. ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ എന്താണ് ഫ്രീലി ഫോളിംഗ് ബോഡി എന്ന് പറഞ്ഞാൽ, അതായത് എർത്തിൻ്റെ അണ്ടറിൽ മാത്രം മൂവ് ചെയ്യുന്ന ഒരാളെയാണ് ഫ്രീലി ഫോളിംഗ് ബോഡി എന്ന് പറയുക. അപ്പോൾ അത്തരത്തിലൊരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ആക്സിലറേഷനെയാണ് നമ്മൾ ഇറ്റ് ഈസ് കോൾഡ് ആസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിനെയാണ് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ ലെറ്റർ, സ്മോൾ ലെറ്റർ ജി. ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് സ്മോൾ ലെറ്റർ ജി എന്ന് പറയുന്നത്. ആൻഡ് ദ വാല്യൂ ഈസ് ഓൾവേസ് എ കോൺസ്റ്റൻറ്റ്. ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അത് എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ് ഹിയർ, നമ്മളിവിടെ എന്താണ് പറഞ്ഞത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ, ഇഫ് എൻ ഒബ്ജക്റ്റ് ഈസ് ഫോളിങ് ഫ്രീലി അണ്ടർ ഗ്രാവിറ്റി അല്ലേ, ഗ്രാവിറ്റിയുടെ അണ്ടറിൽ മാത്രം ഒരു ഓബ്ജക്റ്റ് വീഴുകയാണെന്നുണ്ടെങ്കിൽ ആ ഓബ്ജക്റ്റിന് ഉണ്ടാകുന്ന ആക്സിലറേഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയാം. ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് ഗിവൺ ബൈ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊസിഷൻ ടൈം ഗ്രാഫാണ്. അതായത് ഞാൻ നേരത്തെ പാട്ട് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ദാറ്റ് ഇൻ ദിസ് ചാപ്റ്റർ വി ഹാവ് ടു ഡീൽ വിത്ത് എ ലോട്ട് ഓഫ് ഗ്രാഫ്. ഒരുപാട് ഗ്രാഫുകൾ അല്ലെങ്കിൽ ഒരുപാട് ഗ്രാഫുകളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടേത് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. സോ ബേസിക്കലി നമ്മുടെ ഇതിൽ ഗ്രാഫിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് വി ഹാവ് ടു ഡീൽ വിത്ത് ദ പൊസിഷൻ ടൈം ഗ്രാഫ്. നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്നുമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഓബ്ജക്റ്റിൻ്റെ പൊസിഷനും അതേപോലെ തന്നെ വേഴ്സസ് ടൈം, അത് സമയവും തമ്മിലുള്ള ഗ്രാഫിനെയാണ് പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് നമ്മൾ വിളിക്കുന്നത്. യൂഷ്വലി നമ്മൾ ടൈമിനെ എക്സ് ആക്സിസിലും പൊസിഷനെ നമ്മൾ വൈ ആക്സിസിലുമാണ് യൂഷ്വലി നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. ആൻഡ് ഇൻ ദ ഫസ്റ്റ് കേസ് നമ്മൾ ആദ്യത്തെ കേസിൽ we can look the position time graph of a body in rest. നമ്മളൊരു ഓബ്ജക്റ്റ് റെസ്റ്റിലാണെന്ന് വിചാരിക്കുക. ഒരു ഓബ്ജക്റ്റ് റെസ്റ്റിലാണ്. എന്താണ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ മാറുന്നില്ല അല്ലേ. ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മളൊക്കെ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വെറുതെ ഇങ്ങനെ എടുക്കുക അല്ലേ, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുക, അതിനൊക്കെയാണ് നമ്മൾ റെസ്റ്റ് എടുക്കുക എന്ന് നമ്മൾ പറയുന്നത്. സോ
ഒരു ഓബ്ജക്റ്റ് ഫിസിക്സിൽ ഒരു ഓബ്ജക്റ്റ് റെസ്റ്റിലാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു നോ ദാറ്റ് സമയം മാറും തോറും സമയം ഇങ്ങനെ മാറുന്നുണ്ട്, സമയം ഇങ്ങനെ പോകുന്നുണ്ട്, പക്ഷെ എന്താണ് ആ ഓബ്ജക്റ്റിന് യാതൊരു മാറ്റമില്ല. അത് അവിടെ തന്നെ ഏത് പൊസിഷനിലാണോ ഇരിക്കുന്നത് ആ പൊസിഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അതിനെയാണ് നമ്മൾ റെസ്റ്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഗ്രാഫ് ക്യാൻ ബി ഡ്രോൺ ആസ് ലൈക്ക് ദിസ്. അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പൊസിഷനിലാണെന്ന് വിചാരിച്ചോ, സമയം ഇങ്ങനെ കൂടുന്നുണ്ട്, അതിനനുസരിച്ച് അതിൻ്റെ പൊസിഷൻ മാറുമോ? ഒരിക്കലുമില്ല. അതിൻ്റെ പൊസിഷൻ ഇങ്ങനെ മാറുന്നില്ല. ഇറ്റ് കണ്ടിന്യൂസ് ലൈക്ക് ദിസ്. ഓക്കെ, പൊസിഷൻ എന്ന് പറയുന്നത് മാറാതെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ആക്ച്വലി എന്തെന്ന് വിളിക്കുന്നത്? റെസ്റ്റ്. എ ബോഡി ഈസ് ഇൻ റെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് the position time graph in case of uniform velocity അല്ലെങ്കിൽ uniform motion or a body is moving with a positive velocity. ഒരു ഓബ്ജക്റ്റ് ഒരു പോസിറ്റീവ് വെലോസിറ്റിയോട് കൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഓബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സി, ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ദിസ് ഈസ് 0 seconds. ഇത് ടൈമാണ്, നമ്മൾ സെക്കൻഡ്സിൽ മാർക്ക് ചെയ്തു. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ടേക്കൺ ആസ് എ പൊസിഷൻ വിച്ച് ഹാസ് ടേക്കൺ ഇൻ ദ മീറ്റർ. ഓക്കെ, നമ്മളതിൻ്റെ യൂണിറ്റ് എടുത്തിരിക്കുന്നത് മീറ്ററിലാണ്. അപ്പോൾ ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അയാളുടെ പൊസിഷൻ എന്ന് പറയുന്നത് 10ാമത്തെ പോയിന്റിലായിരുന്നു. രണ്ടാമത്തെ സെക്കൻഡിൽ അയാളുടെ പൊസിഷൻ 20ാമത്തെ മീറ്ററിലാണ്. മൂന്നാമത്തെ സെക്കൻഡിൽ അയാളുടെ പൊസിഷൻ എന്ന് പറയുന്നത് ലൈക്ക് 30 മീറ്ററാണ്. ആൻഡ് നാലാമത്തെ സെക്കൻഡിൽ അയാൾ 40 മീറ്ററിലാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ വി ഹാവ് എ സ്ട്രെയിറ്റ് ലൈൻ ഹിയർ. ഈ പോയിന്റുകളൊക്കെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഗോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ. നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് എ യൂണിഫോം മോഷൻ ഓർ എ പോസിറ്റീവ് വെലോസിറ്റി. So if a body is moving in a uniform motion or with a positive velocity, ഒരു പോസിറ്റീവ് വെലോസിറ്റിയോട് കൂടിയോ അല്ലെങ്കിൽ യൂണിഫോം മോഷനിലോ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ its position time graph can be depicted as like this. ഇതേപോലെയാണ് നമ്മൾ അതിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഗ്രാഫ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് യൂണിഫോം ആക്സിലറേഷൻ്റെ ഗ്രാഫാണ്. എന്താണ് യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഓരോ സമയം കഴിയും തോറും ഒരു ഓബ്ജക്റ്റ് ആക്സിലറേറ്റ് ചെയ്യുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂവിലായിരിക്കും. ഓക്കെ, സേ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഓബ്ജക്റ്റ് താഴെ വീഴുന്നത്, ഓക്കെ, ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു യൂണിഫോം ആക്സിലറേഷനാണ്. അത് യൂണിഫോം ആക്സിലറേഷൻ ആവാനുള്ള കാരണം എന്താണ്? ബിക്കോസ് ഇറ്റ്സ് വാല്യൂ ക്യാൻ ബി റിട്ടൺ ആസ് g is equal to 9.8 meter per second square and it never changes. അല്ലേ, ആ വാല്യൂ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഒരു ഓബ്ജക്റ്റ് താഴോട്ട് വീഴുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെലോസിറ്റിയിലുള്ള മാറ്റം എന്ന് പറയുന്നത് ഓരോ സെക്കൻഡിലും അല്ലെങ്കിൽ ഓരോ ടൈമിൻ്റെ ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റിയിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത് സെയിം ആയിരിക്കുമെന്നാണ്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് റിട്ടൺ ആസ് 9.8 meter per second square. അപ്പോൾ ഒരു ഓബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ യൂണിഫോമലി ആക്സലറേറ്റ് ചെയ്യുന്ന ഒരു ഓബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് വിച്ച് ക്യാൻ ബി ഡ്രോൺ ലൈക്ക് ദിസ്. ഓക്കെ, നമുക്കതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഈ ഗ്രാഫ് എങ്ങനെയാണ് ഇങ്ങനെ ആയത്? സി, ഒരു ആക്സലറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഓബ്ജക്റ്റ് ആക്സലറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സി, 0 seconds അല്ലെങ്കിൽ 0 ടൈമിൽ ഈ ഓബ്ജക്റ്റിൻ്റെ പൊസിഷൻ വല്ലാണ്ടൊന്നും മാറുന്നില്ല. അല്ലേ, ഓബ്ജക്റ്റിൻ്റെ പൊസിഷൻ വല്ലാതെ മാറുന്നില്ല. ആൻഡ് ആസ് ദ ടൈം ഇലാബറേറ്റ്സ്, സമയം കഴിയും തോറും പൊസിഷനിൽ ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അല്ലേ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആക്സലറേറ്റഡ് മോഷൻ എന്ന് പറയുന്നത്. അല്ലേ, ഒരു ഓബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? വളരെ പതുങ്ങിയിരിക്കുന്ന ഒരു ഓബ്ജക്റ്റിന് എന്തില്ല? ആക്സലറേഷൻ ഇല്ല. ആ ഓബ്ജക്റ്റിൻ്റെ പൊസിഷൻ ഭയങ്കര പെട്ടെന്ന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആക്ച്വലി എന്തെന്ന് വിളിക്കുന്നത്? ഒരു ആക്സിലറേറ്റഡ് മോഷൻ എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് വെറാസ് വെൻ വി ആർ ലുക്കിംഗ് ഇൻ ടു ദ റിട്ടാർഡേഷൻ, സമയം കൂടുന്തോറും പൊസിഷൻ എന്ന് പറയുന്നത് 0ലേക്ക് വരുന്നു. ഓക്കെ, പൊസിഷൻ എന്ന് പറയുന്നത് 0ലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. അല്ലേ, പൊസിഷൻ ഇവിടെ എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പൊസിഷൻ എന്താണ്? 0 ആണ്. അപ്പോൾ 0 എന്ന് പറയുന്ന പൊസിഷനിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആൻഡ് വിച്ച് ക്യാൻ ബി റിട്ടഡ് ആസ് റിട്ടാർഡേഷൻ. അല്ലേ, എന്താണ് അതിൻ്റെ പ്രത്യേകത? സമയം കൂടുന്തോറും നമ്മുടെ പൊസിഷനിൽ ഉണ്ടാകുന്ന മാറ്റം 0നോട് അപ്രോച്ച് ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ ആക്ച്വലി എന്തെന്ന് വിളിക്കുന്നത്? യൂണിഫോം റിട്ടാർഡേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഗ്രാഫ് ഓഫ് യൂണിഫോം ആക്സിലറേഷൻ ആൻഡ് യൂണിഫോം റിട്ടാർഡേഷൻ. ആക്സിലറേഷനെ പോസിറ്റീവ് ആക്സിലറേഷൻ എന്നും റിട്ടാർഡേഷനെ നമുക്ക് നെഗറ്റീവ് ആക്സിലറേഷൻ എന്നും നമുക്ക് വിളിക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്.
Okay, now let us look what is the importance of a position time graph. ഒരു പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഈ പൊസിഷൻ ടൈം ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വാല്യൂസാണ് അതിൽ നിന്നും കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നത്? സോ അതിലേക്ക് നോക്കാം നമുക്ക്. അതിന് മുൻപായിട്ട് വി ഹാവ് എ ഗ്രാഫ് ഹിയർ വിച്ച് ഇൻഡിക്കേറ്റിംഗ് യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റി. ഓക്കെ, ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത നിങ്ങൾ കണ്ടോ? ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതിൻ്റെ പൊസിഷനിലുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് വിച്ച് ഇസ് ഡിക്രീസിങ് അല്ലേ? പൊസിഷനിലുണ്ടാകുന്ന മാറ്റം എന്താണ്? കുറഞ്ഞു വരികയാണ് വെൻ ടൈം ഇലാബറേറ്റ്. ഇതിനെയാണ് നമ്മൾ ആക്ച്വലി എന്തെന്ന് വിളിക്കുന്നത്? യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റി എന്ന് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഗ്രാഫ് ഈസ് ഫോർ യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റി. യൂണിഫോം പോസിറ്റീവ് വെലോസിറ്റി എങ്ങനെയായിരുന്നു? യൂണിഫോം പോസിറ്റീവ് വെലോസിറ്റി ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ് അല്ലേ? യൂണിഫോം പോസിറ്റീവ് വെലോസിറ്റി എങ്ങനെയായിരുന്നു? പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെ ഒരു പോസിറ്റീവ് കർവാണ് നമ്മൾ കണ്ടത്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സ്ലോപ്പാണ് നമ്മൾ കണ്ടത്. അതേ സമയത്ത് ഒരു യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് സ്ലോപ്പാണ് നമ്മൾ കാണുന്നത്. എന്താണ് ഈ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഞാനിതിൽ പറഞ്ഞു സ്ലോപ്പ് എന്ന് പറഞ്ഞു. എന്താണ് ബേസിക്കലി സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ? ഒരു ഓബ്ജക്റ്റ്, ഇപ്പോൾ ഈ പേന നിങ്ങൾ നോക്കുക, ഈ പെൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വാട്ട് അബൌട്ട് ദ സ്ലോപ്പ് ഓഫ് ദിസ് പെൻ? ഇറ്റ് ഈസ് 0 when its angle with the ഹോറിസോണ്ടലുമായിട്ടുള്ള ആംഗിൾ കുറേശ്ശെ ഇങ്ങനെ കൂട്ടി വരുമ്പോൾ സ്ലോപ്പ് ഈസ് ഇൻക്രീസിങ്. ഇപ്പോൾ ഇതിനാണോ സ്ലോപ്പ് കൂടുതൽ? ഇതിനാണ് സ്ലോപ്പ് കൂടുതൽ. സ്ലോപ്പ് കൂടി വന്ന് മാക്സിമത്തിലെത്തി. നൗ ഇറ്റ് ഈസ് ഡിക്രീസിങ്. ഇപ്പോൾ സ്ലോപ്പ് ഇങ്ങനെ കുറഞ്ഞ് വീണ്ടും നെഗറ്റീവ് ഡയറക്ഷനിൽ സ്ലോപ്പ് ഇങ്ങനെ കുറഞ്ഞ് വരുന്നു. സോ വാട്ട് അബൌട്ട് ദ സ്ലോപ്പ്? എന്താണ് ആക്ച്വലി ഒരു ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? എത്രമാത്രം ഹോറിസോണ്ടലുമായിട്ട് അത് ഇൻക്ലിനേഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് സ്ലോപ്പ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഒരു പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടെത്തി കഴിഞ്ഞാൽ യു വിൽ ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദാറ്റ് ബോഡി. ആ ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മാത്രം മതി? അതിൻ്റെ എന്ത് കണ്ടെത്തിയാൽ മതി? സ്ലോപ്പ് ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. സോ ഇഫ് യു ആർ ഗിവൺ പൊസിഷൻ ടൈം ഗ്രാഫ്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരാൾ പൊസിഷൻ ടൈം ഗ്രാഫ് തന്നു, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടെത്തി കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ഫൈൻഡ് ദ വെലോസിറ്റി ഫ്രം ദാറ്റ് ഗ്രാഫ്. ആ ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് വെലോസിറ്റി നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ലെറ്റ്സ് സീ ഹൗ യു ക്യാൻ ഫൈൻഡ് ദ വെലോസിറ്റി. ഓക്കെ, സോ ഞാനിവിടെ ഒരു പോസിറ്റീവ് വെലോസിറ്റി ഉള്ള ഒരു ഗ്രാഫ് എടുത്തിട്ടുണ്ട്. ഈ ഗ്രാഫിൽ നിന്നും ഞാൻ വെലോസിറ്റി കണ്ടെത്താൻ പോകണം. ഇറ്റ്സ് എ പൊസിഷൻ ടൈം ഗ്രാഫ് അല്ലേ? ഇതൊരു പൊസിഷൻ ടൈം ഗ്രാഫാണ്. ദിസ് ഗ്രാഫ് ഈസ് എ പൊസിഷൻ ടൈം ഗ്രാഫ്. ഇതൊരു പൊസിഷൻ ടൈം ഗ്രാഫാണ്. ആൻഡ് ഫ്രം ദിസ് ഗ്രാഫ് യു ഹാവ് ടു ഫൈൻഡ് ദ വെലോസിറ്റി. നമുക്ക് വെലോസിറ്റി കണ്ടെത്തണം. ലെറ്റ്സ് സീ ഹൗ യു ക്യാൻ ഫൈൻഡ് ദാറ്റ്. ഓക്കെ, നമ്മൾ നോക്കുക, ഇതിൽ T1 എന്ന് പറയുന്ന സമയത്ത് ഉണ്ടായിരുന്ന പൊസിഷൻ നോക്കുക. എത്രയായിരുന്നു പൊസിഷൻ? x1 ആയിരുന്നു. അതേ സമയത്ത് ടൈം T2 എന്ന് പറയുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള പൊസിഷൻ ഏതാണ്? x2 എന്ന് പറയുന്ന പൊസിഷനാണ്. നൗ യു ഹാവ് ടു ടേക്ക് ദ സ്ലോപ്പ് ഫ്രം ഹിയർ. നിങ്ങൾക്ക് ഈ ഇത്രയും റീജിയൻ സ്ലോപ്പ് എടുക്കണം. സ്ലോപ്പ് എടുക്കാൻ വേണ്ടി നിങ്ങളൊരു ഹോറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ഓക്കെ, ഹോറിസോണ്ടൽ ലൈൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ദ സ്ലോപ്പ് ലൈക്ക് ദിസ്. ഇഫ് ദിസ് ഈസ് എൻ ആംഗിൾ തീറ്റ, നിങ്ങൾ ആ ഇത്രയും പോർഷൻ നിങ്ങൾ ആംഗിൾ തീറ്റയായിട്ട് കൺസിഡർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ദ സ്ലോപ്പ് ബൈ ഫൈൻഡിങ് ദ ടാൻ തീറ്റ. നിങ്ങൾക്ക് ഈ കേസിൽ നിന്നും ആരെ കണ്ടുപിടിച്ചാൽ മതി? സ്ലോപ്പ് കാണാൻ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ടാൻ തീറ്റ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ സ്ലോപ്പ് എത്രയാണെന്ന് കിട്ടും. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ട്രയാങ്കിൾ ലൈക്ക് എ ബി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിൻ്റെ സ്ലോപ്പ് നിങ്ങൾ കണ്ടെത്തണം. അല്ലെങ്കിൽ ടാൻ തീറ്റ എന്ന് പറയുന്ന വാല്യൂ നിങ്ങൾ കണ്ടെത്തണം. അതെങ്ങനെ കണ്ടെത്തുക? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഒപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് അല്ലേ? ഒരു ട്രയാങ്കിളിൻ്റെ റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിളിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞതാണ്. ടാൻ തീറ്റ കാണുക എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് അല്ലേ? ട്രിഗ്നോമെട്രിയിൽ നിങ്ങൾ പഠിച്ചതാണ്. സോ ടാൻ തീറ്റ ക്യാൻ ബി റിട്ടൺ ആസ് ഓപ്പോസിറ്റ് സൈഡ് ഏതാ? ബി സി ഡിവൈഡഡ് ബൈ അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്? എ സി എന്ന് പറയുന്ന സൈഡാണ്. സോ ജസ്റ്റ് ബൈ ഫൈൻഡിങ് ബി സി ബൈ എ സി യു ക്യാൻ ഈസിലി ഫൈൻഡ് വാട്ട് ഈസ് ടാൻ തീറ്റ. ടാൻ തീറ്റ കിട്ടിയാൽ നിങ്ങൾക്ക് സ്ലോപ്പ് കിട്ടിയാൽ നിങ്ങൾക്ക് ആരെ കിട്ടി? അവിടുത്തെ വെലോസിറ്റി ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ടാൻ തീറ്റ നോക്കുക. നിങ്ങൾ ബി സി ബൈ എ സി, ബി സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നിങ്ങൾ നോക്കുക. ഇത് ആക്ച്വലി എത്രയാണ്? ബി സി എന്ന് പറയുന്നത് ഇത് x2 ആണ്, ഇത് x1 ആണ്. ഇതിന് പാരലൽ ആയിട്ട് ബി സി എന്ന് പറയുന്ന ലൈന് ഈ x2നും x1നും പാരലൽ ആയിട്ടാണ് ഇരിക്കുന്നത്. സോ യു ക്യാൻ ഈസിലി സേ ദാറ്റ് ദിസ് വാല്യൂ ഈസ് x2 മൈനസ് x1 അല്ലേ? x2ൽ നിന്നും x1നെ മൈനസ് ചെയ്ത് കളഞ്ഞാൽ എത്രയാണോ നമുക്ക് കിട്ടുക? ഈ ഒരു റീജിയൻ, ഈ ഒരു പോർഷൻ അല്ലേ? ദാറ്റ് ഈസ് x2 മൈനസ് x1 ആണ്. ഈ ഒരു പോർഷനോട് പാരലൽ ആയിട്ടാണ് ഈ പോർഷൻ കിടക്കുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് ബി സി യു ക്യാൻ റൈറ്റ്
x2 minus x1 divided by, what about here? ഇതേ സൈഡ്, ഈ എ സി എന്ന് പറയുന്ന സൈഡ് എന്തിനോട് ഈക്വൽ ആണ്? ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സൈഡിനോട് ഈക്വൽ ആണ് അല്ലേ? സി ഈ ഒരു ഡിസ്റ്റൻസ് ആക്ച്വലി എത്രയാണ്? T2-ൽ നിന്നും T1-നെ മൈനസ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് എ സി യു ക്യാൻ സേ ദാറ്റ് T2 minus T1. ഓക്കെ, T2 minus T1. നൗ യു ക്യാൻ സേ ലൈക്ക്, എങ്ങനെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുക? ടാൻ തീറ്റ. സോ യു ക്യാൻ ടേക്ക് ലൈക്ക് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു x2 minus x1 divided by T2 minus T1. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സി പൊസിഷനിൽ ഉണ്ടാകുന്ന മാറ്റമാണത് ഡെൽറ്റ എക്സ് ആണ്, ഡിവൈഡഡ് ബൈ ടൈമിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഡെൽറ്റ ടി. ദാറ്റ് വി ഹാവ് ഓൾറെഡി ലേൺ ദാറ്റ് ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം വിൽ ഗിവ് യു വെലോസിറ്റി. ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം വിൽ ഗിവ് യു വെലോസിറ്റി അല്ലേ? ഒരു ഓബ്ജക്റ്റിൻ്റെ ചേഞ്ച് ഇൻ ടൈം ബൈ ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? അവിടുത്തെ വെലോസിറ്റിയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ബേസിക്കലി ഓക്കെ, നമ്മുടെ ഗ്രാഫ് നമ്മൾക്ക് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം, പൊസിഷൻ ടൈം ഗ്രാഫ്. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വെൻ എൻ ഓബ്ജക്റ്റ് ഈസ് അറ്റ് റെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷൻ മാറുന്നില്ല. ഒരു ഓബ്ജക്റ്റ് യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ യൂണിഫോം പോസിറ്റീവ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ടി പൊസിഷൻ യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റിയിലാണെങ്കിൽ ദ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. കാരണം ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്ലോപ്പ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. എന്താണ് ഒരു പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ? അതിൻ്റെ വെലോസിറ്റിയാണ്. ഒരു പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്നും സ്ലോപ്പ് കണ്ടെത്തിയാൽ നിങ്ങൾക്ക് ആരെ കിട്ടും? വെലോസിറ്റിനെ കിട്ടും. ദാറ്റ് പോയിന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. Now we have the graph for uniform positive acceleration and uniform negative acceleration, and you have already find how you can find the value of velocity from position time graph അല്ലേ? ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നിങ്ങൾ വെലോസിറ്റി കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കിയത്. ഇൻ വിച്ച് യു ക്യാൻ സേ ദാറ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് സ്ലോപ്പിനോട് ഈക്വൽ ആണ്. സ്ലോപ്പ് എങ്ങനെയാണ് കാണാം? ടാൻ തീറ്റ കണ്ടാൽ മതി അല്ലേ? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ബി സി ബൈ എ സി ആണ് അല്ലേ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. ആൻഡ് ബി സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആക്ച്വലി എന്താണ്? x2 മൈനസ് x1 ആണ്. ആൻഡ് എ സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആക്ച്വലി എന്താണ്? T2 മൈനസ് T1 ആണ്. നൗ x2 മൈനസ് x1 ഡെൽറ്റ എക്സ്, T2 മൈനസ് T1 ഡെൽറ്റ ടി. ഈ വാല്യൂ നമ്മൾ ഓൾറെഡി മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? വെലോസിറ്റി ആണ്. So you have seen that by finding the slope of a position time graph, we can easily find out the velocity of the body.